2000 എന്ന് പറയുന്ന വർഷത്തിൽ നിങ്ങൾ ജനിക്കുകയാണ്. ഇങ്ങോട്ട് ഈ മാസത്തിൽ, ഇതേപോലൊരു ഡിസംബർ മാസത്തിൽ നിങ്ങൾ ജനിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്വന്തം മാതാവ് ലേബർ റൂമിൽ കിടന്നിട്ട് ആഹ് എന്ന് വിലപിക്കുകയായിരുന്നു. നിങ്ങൾ സിംബോളിക്ക് പോലെ ഒന്ന് മനസ്സിലോർത്തു നോക്കൂ. നിങ്ങളുടെ സ്വന്തം മാതാവ് ആഹ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് തവണ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലേബർ റൂമിൽ കിടക്കുകയായിരുന്നു. ആ സമയത്ത് ആശുപത്രിയുടെ ഇപ്പുറത്തെ വരാന്തയിൽ, ലേബർ റൂമിൻ്റെ തൊട്ട് ഇപ്പുറത്ത് ഒരു പാവം സ്ത്രീ നിങ്ങളുടെ ജന്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആ രംഗം നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായിരുന്നു നിങ്ങളുടെ ഉമ്മാമ്മ എന്ന് പറയുന്ന ആള്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഉമ്മ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഉമ്മ. അപ്പുറത്ത് ലേബർ റൂമിലെ നിലവിളി കേൾക്കുന്നുണ്ട്, ഇപ്പുറത്തിരുന്നിട്ട് സൂറത്ത് യാസീൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ടത്രേ, സൂറത്ത് യാസീൻ ഓതിയാൽ പ്രസവം എളുപ്പമാകുമെന്ന്. അത് ഹദീസിൽ വന്നതാണ്. സൂറത്തുൽ വാഖിയ ഓതിയാൽ ഇന്നത്, സൂറത്തുൽ മുൽക്ക് ഓതിയാൽ ഇന്നത്, സൂറത്തു റഹ്മാൻ ഓതിയാൽ ഇന്നത്, അതേപോലെ തന്നെ സൂറത്ത് യാസീൻ ഓതിയാൽ ഇന്നത്. ആ ഹദീസൊന്നും പാവം കേട്ടിട്ടില്ല, പക്ഷെ എവിടെയോ കേട്ടിട്ടുണ്ട് സൂറത്ത് യാസീൻ ഓതിയാൽ പ്രസവം എളുപ്പമാകുമെന്ന്. അങ്ങനെ ഒരു പക്ഷേ പ്രസവം വൈകുമ്പോഴേക്ക് 3 യാസീൻ, ചിലപ്പോൾ 4 യാസീൻ കരഞ്ഞുകൊണ്ട് ഓതി തീർത്ത പാവം ഉമ്മയാണ്, പാവം ഉമ്മാമയാണ്. നിങ്ങൾക്കിന്ന് 18 വയസ്സായപ്പോൾ ഈ വിളിക്കുന്നത്, മോളെ എനിക്ക് നിന്നെ കാണാൻ മോഹമുണ്ടെന്ന് പറയുന്നത്, അപ്പോഴേക്കും വെറും ഈ കാണുന്ന മൊബൈലിൻ്റെ വാട്സപ്പിലും ഫേസ്ബുക്കിലും മാത്രം അഭിരമിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഞാനിത് ഞാനായിട്ട് പറയുകയല്ല. നമ്മുടെ മുൻഗാമികളെ സങ്കടപ്പെടുത്തിയാൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളിൽ നിന്ന്, നമ്മുടെ തലമുറയിൽ നിന്ന് ഇത് അനുഭവിക്കേണ്ടി വരും നമുക്ക്. ഇത് ഉമ്മമാരും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രിയപ്പെട്ട നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ, ഞാൻ ആവർത്തിച്ചു പറയുന്നു വീണ്ടും, നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഉമ്മ 40 വർഷം മുമ്പേ നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവ് കുഞ്ഞായിരിക്കുമ്പോൾ പട്ടിണിയായിരുന്നത്രേ നമ്മുടെ നാട്ടിൽ. ആ സമയത്ത് ആ സാധു വൈകുന്നേരം ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഇരുന്നു കൊണ്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ മോന് പട്ടിണി വരുത്തരുത്, ഞങ്ങൾക്ക് പട്ടിണി തന്നാലും ഞങ്ങളുടെ മക്കൾക്കത് വരുത്തരുതേ എന്ന് പാവം ഉമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ ഉമ്മ ഇന്ന് കാലങ്ങൾക്ക് ശേഷം, ഈ മോന് 45 വയസ്സായി, അന്ന് ഏത് മോന് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത്, ഐശ്വര്യം കൊടുക്കണേ എന്ന് 1000 വട്ടമല്ല പ്രാർത്ഥിച്ചത്, ദിവസങ്ങളിൽ 5 നേരവും കണ്ണീരൊപ്പിക്കൊണ്ട് പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്. അങ്ങനെ 365 നാൾ വരുമ്പോഴും അപ്പോഴേക്കും 1000 ആയിട്ടുണ്ടാകും. അങ്ങനെ എത്ര വർഷങ്ങൾ, 40 വർഷത്തോളമുള്ള തൻ്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് അവൻ അബൂദാബിയിലെത്തി, അവന് വലിയ ജോലി കിട്ടി. ഇതൊക്കെ പ്രിയപ്പെട്ട മാതാവിൻ്റെ കണ്ണീരണിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന കൊണ്ടാണ്. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം അവൻ സുന്ദരമായൊരു വീടുണ്ടാക്കി. ആ വീടിൻ്റെ കുടിയിരിക്കലൊക്കെ കഴിഞ്ഞ്, അതിൻ്റെ കുറ്റൂസയെല്ലാം കഴിഞ്ഞ് പിന്നീട് തിരിച്ചു വരികയാണ്. 4 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ പേരക്കുട്ടികളോടൊപ്പം ഒന്ന് നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് ഈ ഉമ്മ വരികയാണ്. ഉമ്മ വരുന്ന സമയത്താണ് മരുമക്കൾക്ക് ഇങ്ങനൊരു നോട്ടം, ഇനി എങ്ങട്ടാ തള്ള വരുന്നത് എന്നുള്ളതാണ്. പേരക്കുട്ടിയേക്കും വലിയൊരു നല്ലൊന്നുമല്ല, കാരണം മാമ വന്ന വലിയ ഇടങ്ങേറാണ്. ചുരുക്കി പറഞ്ഞാൽ 3 ദിവസം 4 ദിവസം അവിടെ നിന്നു. പിന്നെ പോണില്ല എന്ന് കണ്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കും. ഒരു പക്ഷേ അങ്ങോട്ട് നടന്നു പോയി ഒന്ന് ഉമിനീര് തുപ്പാൻ കഴിയാത്ത ഉമ്മാമ അവിടെ കൊലായിലിരുന്ന് കൊണ്ടൊന്ന് തുപ്പിയപ്പോൾ ഒരു ചെറിയ ഉറ്റ് ഒരു പക്ഷേ നിങ്ങളുടെ മാർബിളിലൊന്ന് വീഴും. ആ സമയത്തേക്ക് ചവിട്ടി മതിച്ചുകൊണ്ട് നിങ്ങൾ വരിക. എവിടെ നോക്കിയിട്ടാ തള്ളേ നിങ്ങൾ തുപ്പുന്നത് എന്നാണ്. തള്ളേ എന്ന വിളി കേൾക്കുമ്പോൾ മനസ്സ് പൊട്ടുന്നുണ്ട്, പ്രായമായിട്ടുണ്ട്. അന്ന് വൈകുന്നേരം ആ പാവം ആ വീടിൻ്റെ പടി ഇറങ്ങും. ഞാനൊരു സിംബോളിക്കായിട്ട് പറയാൻ, ആ വീടിൻ്റെ പടി ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കും ആ വീടിനെ. സൗകര്യപൂർവ്വം നിങ്ങൾ ആലോചിക്കണം, ആ തിരിഞ്ഞു നോട്ടത്തിൽ എല്ലാമുണ്ട്. 40 വർഷം മുമ്പ് തൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഈ സൗധം. അന്ന് ഈ പാവം സ്ത്രീ യുവതിയായിരുന്നു. ഇന്ന് ഏകദേശം 65 വയസ്സായി, 70 വയസ്സായി. ആ തിരിഞ്ഞു നോട്ടത്തിന് മൂർച്ചയേറും, അള്ളാഹുവിൻ്റെ അടുക്കൽ കബൂലിയത്ത് കൂടും. ആ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, നിങ്ങളുടെ തൊട്ടിലിൽ കിടന്നിട്ട് നിങ്ങളുടെ ഇളയ കുട്ടി ഉറക്കച്ചടവോടെ ഒന്ന് കാലാട്ടുന്നത് നിങ്ങൾക്ക് കാണാം. സിംബോളിസം പോലെ പറയട്ടെ, നിങ്ങളുടെ 1 വയസ്സായ കുട്ടി അല്ലെങ്കിൽ 1.5 വയസ്സായ കുട്ടിയെ നിങ്ങൾ ഉറക്കാൻ കിടത്തിയിട്ടുണ്ട്. ആ കുട്ടി മെല്ലെ ഒന്ന് കാലാട്ടും. അത് ഉറക്കച്ചടവിൻ്റെ കാലാട്ടലല്ല. 20 വർഷം കഴിയട്ടെ, ആ കാല് നിങ്ങളുടെ നെഞ്ചിലേക്കാണ്.
അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് അള്ളാഹു തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഓരോ അമ്മമാരും ഓരോ ഉമ്മമാരും ചിന്തിക്കേണ്ടത്. കാരണം ഇറങ്ങിപ്പോകുന്നതൊരു മാതാവാണ്. ആ മാതാവിൻ്റെ മകന്റെ വീടാണിത്. ഇവിടെ നിന്നാണ് ആ മാതാവ് ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് പ്രതികാരം അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ്. അതെങ്ങനെ ചെയ്യണം? ഈ മാതാവിന് അത് ചെയ്യാൻ കഴിയില്ല. പാവം മെലിഞ്ഞുണങ്ങി, കാലങ്ങൾ കുറെ കോലങ്ങൾ വരച്ചതാണ്. അതുകൊണ്ട് തയ്യാറാക്കുകയാണ്. നിങ്ങളുടെ നെഞ്ചിലേക്ക് ആരാണോ ഇറക്കി വിട്ടത്, ആ ഇറക്കി വിട്ട ആളുടെ നെഞ്ചിലേക്ക് കാൽപ്പാടുകൾ തയ്യാറാക്കുകയാണ്. അതാണ് സിംബോളിസം പോലെ തന്റെ തൊട്ടിലിൽ കിടന്നിട്ട് കാലാട്ടുന്ന ഈ കാല് നാളെ 20 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ പ്രായം ചെല്ലുമ്പോ വാക്കായിട്ടല്ല വരിക, കാലായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചെത്തും. കാരണം അന്ന് ഇത്ര സങ്കടം വേണമെങ്കിൽ കാലചക്രം കറങ്ങുമ്പോൾ അത് മുഷ്ടിയായിട്ട് തന്നെ നമ്മളിലേക്ക് എത്തേണ്ടി വരും. അതിൻ്റെ പ്രാക്ടീസാണ് ആ കുട്ടി തൊട്ടിലിൽ കിടന്ന് നടപ്പിലാക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുന്നത് നല്ലതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കുടുംബസംഗമം കൂട്ടുമ്പോൾ കാരണവന്മാരായ ആളുകൾ ഇവിടെ ഇരിക്കുന്നു. അവരാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഒന്നാം സ്ഥാനക്കാർ. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാമ്മമാർ അവിടെ ഇരിക്കുന്ന ഉമ്മമാരും അവരാണ് ഒന്നാം സ്ഥാനക്കാർ. അവരെ ആദരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അവരെ ആദരിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ ഇന്ന് ആദരിക്കും. ഇത് നടന്നോന്ന് എനിക്കറിയില്ല, ഏതായാലും കുറച്ച് കഴിഞ്ഞാൽ നടക്കും. അങ്ങനെ നടക്കുമ്പോൾ നിങ്ങളൊരു 500 രൂപയുടെ അല്ലെങ്കിൽ 1000 രൂപയുടെ ഷാളണിയിക്കും അവരെ കൊണ്ട്. അത് ആദരവാണ്, കുടുംബം കൊടുക്കുന്ന ആദരം. പക്ഷെ അവരത് ആഗ്രഹിക്കുന്നില്ല, അവരത് മോഹിക്കുന്നില്ല. പലപ്പോഴും അത് അവർ ആഗ്രഹിക്കുകയില്ല. നാളെ ഞാൻ കണ്ണൂരിലൊരു പരിപാടി നടക്കുന്ന സമയത്താണ് ഒരു കുട്ടിക്ക് രാഷ്ട്രപിതാവിൻ്റെ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. അവനിങ്ങനെ സദസ്സിലിരുന്നിട്ട് പ്രസംഗം കേൾക്കാൻ, അപ്പോഴാണ് വാർത്ത വരുന്നത്, മീഡിയക്കാർ വിളിക്കുന്നത്. ആ കുട്ടിയെ വിളിക്കാൻ, മോനെ നിന്റെ ഒരു ഫോട്ടോ വേണം, നിന്നെ ആദരിക്കുന്ന ഫോട്ടോ വേണം. ആ കുട്ടി ആകെ അങ്കലാപ്പിലായി. എന്നോട് പ്രസംഗത്തിൻ്റെ ഇടയിൽ ആരോ വന്നിട്ട് പറഞ്ഞു ഈ കുട്ടിക്ക് അവാർഡ് ഉണ്ടെന്ന്. രാഷ്ട്രപിതാവിൻ്റെ അവാർഡാണ്. എന്തിനാണെന്നറിയോ? റെയിൽ പാളത്തിൽ നിന്നും ഒരു അമ്മയെയും ഒരു കുട്ടിയെയും സാഹസമായി സംരക്ഷിച്ചതിന് 7 വയസ്സുള്ള കുട്ടിക്ക് അല്ലെങ്കിൽ 8 വയസ്സുള്ള കുട്ടിക്ക് രാഷ്ട്രപിതാവ് അവാർഡ് കൊടുക്കുകയാണ്. ആ കുട്ടിക്ക് അത് അറിയില്ലായിരുന്നു. ആ കുട്ടി ഇങ്ങനെ നോക്കാൻ, ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞു ഇവന് രാഷ്ട്രപിതാവിൻ്റെ അവാർഡുണ്ട്, ധീരതക്കുള്ള അവാർഡ്. ട്രെയിന് ചീറിപ്പാഞ്ഞ് വരികയാണ്. ആ സമയത്ത് ഒരു അമ്മ ഓടുകയാണ്, അമ്മൂമ്മയാണ് ഓടുന്നത്, അപ്പുറത്തൊരു ചെറിയ കുട്ടി ഓടാൻ. റെയിൽവേ ട്രാക്കിലാണ് ഇവരുടെ വീടുള്ളത്, അതിൻ്റെ അറ്റത്താണ്. ഈ പാവം ഓടുന്ന സ്ത്രീയുടെ ഭർത്താവ് മരിച്ചതും ഇതേപോലെ ട്രെയിന് തട്ടിയിട്ടാണ്. അതുകൊണ്ട് മോളെ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഓടാൻ. 8 വയസ്സുകാരൻ ആ കാഴ്ച കാണുകയാണ്. ആ സമയത്ത് ഇവൻ ഓടി. അമ്മയേക്കാൾ അതിശക്തിയിൽ ഓടാൻ കഴിവുള്ള 8 വയസ്സുകാരൻ ഓടി ആ കുട്ടിയെ തട്ടിത്തെറിപ്പിച്ചു, ഈ അമ്മയെയും തട്ടിത്തെറിപ്പിച്ചു. ഈ രംഗം ആരും മൊബൈലിൽ പകർത്തിയില്ല, കാരണം അത് പകർത്താൻ മൊബൈൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് മീഡിയയോട് ഈ സ്ത്രീ അത് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞപ്പോ 8 വയസ്സുകാരൻ കാലഘട്ടത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞോട്ടെ, ഒരു മുസ്ലിം കുട്ടിയാണ് ഇത് ചെയ്തത്, ഒരു പ്രിയപ്പെട്ട ഹൈന്ദവ സ്ത്രീയെയും ഒരു കുട്ടിയെയുമാണ് ഈ ട്രാക്കിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഇന്ത്യ രാജ്യമേ നീ കാത്തുകൊള്ളുക, ഇന്ത്യ രാജ്യമേ ഈ സൗഹാർദ്ദത്തെ നീ സൂക്ഷിച്ചുകൊള്ളുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഈ കുട്ടിക്ക് അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോനെ നിനക്ക് ഇന്ത്യയുടെ പാർലമെന്റിൽ പോകാം, അവിടെ വെച്ചുകൊണ്ട് നിനക്ക് ഉഗ്രമായ ഒരു സമ്മാനം തരാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോഴും കുട്ടി ഇങ്ങനെ അന്തിച്ചിരിക്കാൻ. കാരണം അവൻ അതിനു വേണ്ടി ചെയ്തതല്ല, അവാർഡിന് വേണ്ടി ചെയ്തതല്ല. ഇതേപോലെ അതൊരു സിംബോളിസമായി പറഞ്ഞുകൊണ്ട് പറഞ്ഞോട്ടെ, ഇവിടെ ആരും ഇന്ന് ആദരം വാങ്ങാനും വേണ്ടി വന്നതല്ല. ഈ പ്രിയപ്പെട്ട ഓരോ ആളുകളും ആദരിക്കപ്പെടേണ്ടവരാണ് എന്നറിയാം. പക്ഷെ ഇവിടെ നിങ്ങളുടെ ഷാള് വാങ്ങിക്കാൻ വേണ്ടി വന്നതല്ല. ഇവിടെ ഇതിന്റെ സംഘാടകർ സുന്ദരമായി സ്നേഹത്തോടെ അവരെ അത് പുതപ്പിക്കും. പക്ഷെ ഇവർ മോഹിക്കുന്നത് വീട്ടിൽ തിരിച്ചെത്തുമ്പോ മരുമക്കളിൽ നിന്ന് ഈ ആദരം കിട്ടണം, വീട്ടിൽ തിരിച്ചെത്തുമ്പോ പേരക്കിടാവിൽ നിന്ന് ഈ ആദരം കിട്ടണം, വീട്ടിൽ തിരിച്ചെത്തുമ്പോ തൻ്റെ പേരക്കിടാവ് ഉപ്പുപ്പ എന്ന് പറഞ്ഞിട്ട് തൻ്റെ നെഞ്ചിലേക്ക് അമരണം, തൻ്റെ പേരക്കുട്ടിക്ക് ചുംബനം കൊടുക്കണം.